ഹലോ മച്ചാമാരെ, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടായി i20യുടെ N8 വേരിയൻ്റ് ആണ്. എൻ ലൈൻ്റെ ടോപ്പ് എൻ വേരിയൻ്റ് ആണ് ഈ കിടക്കുന്ന മോഡൽ. ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഹുണ്ടായി i20യുടെ ഏറ്റവും ഫീച്ചർ റിച്ചും അതുപോലെ സ്പോർട്ടി എൻജിനുമായിട്ടുള്ള വണ്ടിയുടെ എല്ലാ വിശേഷങ്ങളും നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും. വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓവർലുക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് ലുക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് കളേർഡ് ഗ്ലോസി കളേർഡ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഗ്രില്ല് കാണാം. അതിൽ തന്നെ നമുക്ക് എൻലൈൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാവുന്നത് ഒരു LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ്. റിഫ്ലക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ് നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് വരുന്നത്. മേളിൽ തന്നെ നമുക്കൊരു L ഷേപ്പിൽ DRLs വരുന്നുണ്ട്. പിന്നെ ഹാലോജൻ ബൾബ്സ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെ വരുന്നത് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് ലെൻസ് ടൈപ്പ് വരുന്ന ഒരു ഹാലോജൻ ബൾബ്സ് ആണ് താഴെ ഫോഗ് ലാംപ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഫിനിഷ് നമുക്കൊരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്കിഡ് പ്ലേറ്റിൻ്റെ അവിടെ ഒരു റെഡ് കളറും വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്കൊരു സ്പോർട്ടി ലുക്ക് തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടുന്നുണ്ട്. ആ റെഡ് കളർ വന്നപ്പോൾ തന്നെ അതുപോലെ തന്നെ ആ റെഡ് ഇൻസേർട്സ് നമുക്ക് അലോയിൽ കാലിപ്പേഴ്സിലും കൊടുത്തിട്ടുണ്ട്. അലോയ്സ് നമുക്ക് കാണാം ഇവിടെ. നമുക്ക് നോർമൽ ആയിട്ടുള്ള i20 ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ഈ രീതിയിലായിരിക്കും നമുക്ക് അലോയ്സ് വരുന്നത്. ഇതാണ് ആസ്റ്റ വേരിയൻറ്റിൽ അലോയ്സ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് എൻലൈനിൽ വരുമ്പം എൻലൈൻ്റെ ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള ഒരു അലോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 4 വീലിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് കിട്ടുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ആസ്റ്റയിലേക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ഫ്രണ്ടിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് റെഡ് കളറുള്ള കാലിപ്പേഴ്സ് ഇവിടെ കാണാം. പിന്നെ എൻലൈൻ്റെ ബാഡ്ജിങ് ഉൾപ്പെടെ സൈഡിൽ കാണാം. പിന്നെ ഇവിടെ നമുക്ക് മിറേഴ്സിലേക്ക് വരുവാണെങ്കിൽ മിറേഴ്സ് നമുക്ക് താഴെ ഒരു മാറ്റ് ഫിനിഷും മുകളിലൊരു ഗ്ലോസി ഫിനിഷും ആയിട്ട് വരുന്ന ഒരു മിറേഴ്സാണ് നമുക്ക് അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് വരുന്നു. താഴെ നമുക്ക് ആ റെഡ് കളേഴ്സ് സ്കിഡ് പ്ലേറ്റിൽ നമുക്ക് സൈഡിൽ നമുക്ക് സ്കേർട്ടിങ്സ് ആയിട്ട് റെഡ് കളേഴ്സ് വരുന്നുണ്ട്. റെഡ് കളറിൻ്റെ ഒരു ലൈൻ വരുന്നുണ്ട് സ്കേർട്ടിൽ. ഒരു ബ്ലാക്ക് കളറിൽ താഴെ ഒരു റെഡ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ക്രോമിയം ഫിനിഷ് ഒന്നും വരുന്നില്ല. ഹാൻഡിൽസൊക്കെ നോർമലായിട്ട് ബോഡി കളർ തന്നെയാണ്. റിക്വസ്റ്റ് ബട്ടൺ ഇവിടെ കാണാം. ആസ്റ്റയിലേക്ക് വരികയാണെങ്കിൽ നമുക്കവിടെ ക്രോമിയം ഒരു അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്കൊരു വ്യത്യാസമായിട്ട് പറയാം. പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ ആസ്റ്റയായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ക്രോമിയം വരുന്നില്ല. അതേസമയം നമുക്ക് ഫുൾ ഓപ്ഷൻ ആസ്റ്റയിലേക്ക് ആസ്റ്റ വേരിയൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ക്രോമിയം വരുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്പോർട്ടിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്രോമിയം എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്പോർട്ടി ലുക്കിങ് കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കമ്പനി അത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ വണ്ടിയെ ഏറ്റവും എടുത്തു പറയേണ്ട ഈ മഫ്ലേഴ്സ് തന്നെയാണ്. ഡ്യുവൽ ആയിട്ട് വരുന്ന മഫ്ലേഴ്സ്. ഞാൻ എക്സോസ്റ്റ് നോട്ട് നിങ്ങളെ കേൾപ്പിക്കാം. നമുക്ക് എഞ്ചിനിലെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കാം. പിന്നെ നമുക്കിവിടെ എൻ ലൈൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ N8 വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. N6 ആകുമ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ലാക്ക് ചെയ്യും. ഇപ്പോൾ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് പോലുള്ള ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നില്ല. നോർമൽ ഹാലോജൻ ബൾബ്സ് തന്നെയാണ് നമുക്ക് N6 വരുന്നത്. N8 വരുമ്പോൾ അത്ര കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴെ നമുക്കൊരു ഗ്ലോസി ഫിനിഷുള്ള ഒരു സീറ്റ് പ്ലേറ്റ് കാണാം. അതിൽ തന്നെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് 2 സൈഡിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുള്ളൂ. 4 കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ എൻലൈൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തു. പിന്നെ ഇവിടെ ഒരു ക്രോമിയം സ്ട്രിപ്പ് നമുക്ക് ടെയിൽ ലൈറ്റ്സിൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. താഴെ ഹുണ്ടായുടെ ലോഗോ. പിന്നെ വൈപ്പർ ആൻഡ് വാഷേഴ്സ് ഇവിടെ തന്നെ വരുന്നുണ്ട്. ഡീഫോഗർ ഉൾപ്പെടെയാണ് വരുന്നത്. മുകളിൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കൊരു വിങ്സ് വരുന്നുണ്ട്. സ്പോർട്ടി ആയിട്ട് വരുന്ന ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഷാർഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് ഡിസൈനിൽ വരുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം ആസ്റ്റ മോഡലിൻ്റെ ബാക്ക് സൈഡാണോ അതോ നിങ്ങൾക്ക് ഇഷ്ടം എൻലൈൻ്റെ ബാക്ക് സൈഡാണോ എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ബൂട്ടിലേക്ക് പോകാം. 311 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് വരുന്നത്. നമുക്കിവിടെ ഒരു ബോസിൻ്റെ 7 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. സബ് വൂഫറാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. സൈഡിലായിട്ട് മൗണ്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു
നോർമൽ ആയിട്ടുള്ള ഒരു ബൾബിൻ്റെ ഒരു ബൂട്ട് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഹുക്കും കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെപ്പിനി ടയേഴ്സിലേക്ക് വരികയാണ്. 185/65 R15 ഒരു സ്റ്റെപ്പിനി ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് പാഴ്സൽ ട്രേ നമുക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ 60/40 സ്പ്ലിറ്റ് ആയിട്ടൊന്നും അല്ല, ബെഞ്ച് ടൈപ്പ് തന്നെയാണ് സീറ്റ് വരുന്നത്. ഇനി സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൽ നമുക്ക് മക്ഫോർഷൻ സ്റ്റേർട്ടിൻ്റെ ഒരു സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സസ്പെൻഷൻ വരികയാണെങ്കിൽ കപ്പിൾഡ് ടോർഷൻ ബീമാണ് ബാക്കിലെ സസ്പെൻഷൻ. വണ്ടിയുടെ ഡയമെൻഷൻ വരുന്നത് അണ്ടർ 4 മീറ്ററിലാണ്. 3998 മില്ലിമീറ്ററിൻ്റെ ഒരു ലെങ്ത് വണ്ടിക്ക് വരുന്നത്. വിഡ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് വണ്ടിക്ക് വിഡ്ത്ത് വരുന്നത് 1775 മില്ലിമീറ്ററിൻ്റെ ഒരു വിഡ്ത്താണ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണത്. പിന്നെ നമുക്ക് ഫ്യൂവൽ ടാങ്ക് 37 ലിറ്റേഴ്സ് വരുന്നു. വണ്ടിയുടെ ഹൈറ്റാണ്, ഹൈറ്റിലേക്ക് വരികയാണെങ്കിൽ 150.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഹൈറ്റാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. വീൽ ബേസ് വരുന്നത് 2580 mm ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഉൾവശത്തിലേക്ക് കടക്കാം. ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ റെഡ് സ്റ്റിച്ചിങ്സ് കാണാം. റെഡ് കളേർഡ് ആയിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്സ് ഒക്കെ വളരെ പ്രീമിയംനെസ് തോന്നിക്കുന്നുണ്ട്. നമുക്കൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ ബോസിൻ്റെ ആ ഒരു സ്പീക്കർ സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും മിറർ ഫോൾഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നു. പിന്നെ ലോക്ക് ആൻഡ് അൺലോക്ക്. നമുക്ക് ഡ്രൈവർ സൈഡിൽ 1 ടച്ച് ഓട്ടോ അപ്പും ഓട്ടോ ഡൗണും കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലി ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു സീറ്റ്സിൻ്റെ കാര്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഗൈസ്. നമുക്ക് സീറ്റ്സ് വരുന്നത് സിന്തറ്റിക് ലെതർ ടൈപ്പ് ആണ്. അതിൽ തന്നെ നമുക്ക് ആ റെഡ് സ്റ്റിച്ചിങ്സും അതുപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫ്ലാഗിൻ്റെ ഡിസൈനും എൻ ലൈൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട് ലെതറിൻ്റെ ടൈപ്പിന്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഇന്റീരിയർ ക്വാളിറ്റി തന്നെയാണ്. സ്പോർട്ടീനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പോർട്ടി ഉള്ള പെഡൽസ് കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ ആ റെഡിൻ്റെ ഇൻസേർട്സ് ഒക്കെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് തന്നെയാണെങ്കിലും ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. അതിൽ തന്നെ റെഡ് സ്റ്റിച്ചിങ്സും നമുക്ക് 3 സ്പോക്ക് ഒരു സ്റ്റിയറിംഗ് വീൽ, താഴെ നമുക്ക് എൻ ലൈൻ്റെ ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാം, അതിൻ്റെ സെറ്റിങ്സ് ആണ്. അതുപോലെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് വരുന്നുണ്ട്. ഈ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനിയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ എക്സ്ഹോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. വളരെ നല്ലൊരു എക്സ്ഹോസ്റ്റ് നോട്ടാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ എക്സ്ഹോസ്റ്റ് നോട്ട് വരുന്നത്. എക്സ്ഹോസ്റ്റ് നോട്ട് വളരെ രസമാണ്. അതിൻ്റെ എക്സ്ഹോസ്റ്റ് നോട്ട് കേൾക്കാനായിട്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വണ്ടിക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്റേഴ്സും റൈറ്റ് സൈഡിൽ RPM മീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ ഒരു ചെറിയൊരു ലോഗോ പോലെ നമുക്ക് ഡോർ ഓപ്പൺ ആയിട്ടുള്ള ഒരു സിഗ്നൽ നടുക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, പാർക്കിംഗ് മോഡിലാണെന്നുള്ള. പിന്നെ നമുക്ക് താഴെ സീറ്റ് ബെൽസിൻ്റെ ഇൻഡിക്കേഷനും പിന്നെ ടെമ്പറേച്ചറും അതുപോലെ ഓഡോമീറ്ററും കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ബാക്കി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വണ്ടി വരുന്നുണ്ട്. ഇതാണ് ആ ഡിസ്പ്ലേ വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ്. ആകെയുള്ളൊരു പോരായ്മ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇതിൽ നമുക്ക് വയർഡായിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയും കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ബാക്കി നമുക്ക് താഴെ ടച്ച് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും വരുന്നത്. ഇനി ഇവിടെ നമുക്കൊരു ചെറിയ നോബും കൊടുത്തിട്ടുണ്ട്, വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. വളരെ പ്രീമിയം ആയിട്ട് നമുക്ക് മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് പറയേണ്ടത് ബോസിൻ്റെ തന്നെ
ഒരു സ്പീക്കറുള്ള ഒരു 7 സ്പീക്കേഴ്സ് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ AC വെൻസിലും ആ റെഡ് സ്റ്റിച്ചിങ്സ് നമുക്ക് ഇൻസേർട്സ് നമുക്ക് റെഡ് ഇൻസേർട്സ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെയും വരുന്നുണ്ട്. താഴേക്ക് ഇങ്ങനെ വരുന്ന പോലെ കാണാം. പിന്നെ നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് AC വരുന്നു, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന AC വരുന്നുണ്ട്. താഴെ 12 വാട്ടിൻ്റെ ഒരു സോക്കറ്റും വയർലെസ് മൊബൈൽ ചാർജിങ്ങും വരുന്നുണ്ട്. USB-യുടെ ഒരു പോർട്ട് കാണാം. ചാർജിങ്ങിൻ്റെ 12 വാട്ടിൻ്റെ ഒരു ചാർജിങ് ആണ്. Type C ആയിട്ട് വരുന്ന ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഗിയർ തന്നെയാണ്. ഗിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് N-line ഒരു ബാഡ്ജിങ് വരുന്ന ഒരു ഗിയറാണ്. താഴേക്ക് വരുന്ന ഒരു റെഡ് ഇൻസേർട്സും സ്റ്റിച്ചിങ്സും വരുന്നുണ്ട്. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കീ ഇങ്ങനെയായിരിക്കും വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, അതുപോലെ എൻജിൻ ഓപ്പൺ ചെയ്യാനും ഡിക്കി ഓപ്പൺ ചെയ്യാനും അതുപോലെ എൻജിൻ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആംബ്രസ്റ്റിന് അടിയിൽ വരുന്നുണ്ട്. ഗ്ലൗ ബോക്സിനകത്തും അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം വണ്ടിക്ക് സൺറൂഫ് വരുന്നുണ്ടെന്നുള്ളതാണ്. സൺറൂഫ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയായിരിക്കും സൺറൂഫ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. ഇത്രയും രീതിയിലുള്ള സ്പേസിൽ നമുക്ക് വരും. പിന്നെ നമുക്കത് ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് മാനുവലി തന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും ഈ ഒരു സെക്ഷൻ. പിന്നെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ 2 സൈഡിൽ ലൈറ്റ് വരുന്നത് ഇങ്ങനെ, ലൈറ്റിൻ്റെ കൺട്രോൾസും ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ മിറർ വരുന്ന ഒരു സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ മിറർ വരുന്നില്ല. പിന്നെ ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു IRVMസും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ട്യൂട്ടേഴ്സും 2 സൈഡിൽ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ലൈറ്റിൻ്റെ കൺട്രോൾസും ഓട്ടോമാറ്റിക് ലൈറ്റ്സ് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഹെഡ് ലൈറ്റ്സ്, ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോളും റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഫോഗ് ലൈറ്റ് ഓൺ ആക്കുക ഓഫ് ആക്കുക അത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിലും വന്നിട്ടുണ്ട്. അതുപോലെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട്. മ്യൂസിക്, വോയിസ് കൺട്രോൾസ്, മോഡ് നമുക്ക് വണ്ടിക്ക് ശരിക്കും 3 മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡ്സ്, ഇക്കോ, സ്പോർട്സ്, അതുപോലെ നോർമൽ, അങ്ങനെ 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് ആണ്. ഇവിടെ നമുക്ക് താഴെ ഒരു റെഡ് ലൈറ്റ്സ് കാണാം. അതുപോലെ തന്നെ നമുക്ക് കൈ വെക്കുന്ന ഭാഗത്തും ഡോർ പാഡിൻ്റെ ആ ഭാഗത്ത് ആ ഒരു റെഡ് ലൈറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ഭാഗത്ത് ആ ഒരു റെഡ് ലൈറ്റിങ് നിങ്ങൾക്ക് അവിടെ ഈ സൈഡിൽ ആംബിയൻ ലൈറ്റിങ്, അതുപോലെ കാലിൻ്റെ ഭാഗത്തും നമുക്ക് ഡോർ പാഡിൻ്റെ അവിടെ ഒരു റെഡ് ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. വണ്ടിയുടെ എക്സ്ഹോസ്റ്റ് നോട്ട് ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. വളരെ സ്പോർട്ടി ആയിട്ട് തന്നെയാണ് നമുക്ക് എക്സ്ഹോസ്റ്റ് നോട്ട് കേൾക്കാൻ പറ്റുന്നത്. റിവേഴ്സ് മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ വ്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ക്യാമറ തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. അസിസ്റ്റ് ലൈൻസ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇക്കോ, നോർമൽ, അതുപോലെ സ്പോർട്ട്, അങ്ങനെ 3 വേരിയൻസ് ഉണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത് വണ്ടിയുടെ. ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗണ്ട് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്ക് സീറ്റിലെ കംഫോർട്ടും കാര്യങ്ങളും നോക്കാം. ബാക്ക് സീറ്റ് നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ്സ് തന്നെ നമുക്ക് ബാക്കിലും വരുന്നുണ്ട്. ബാക്ക് സീറ്റ് കംഫോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ഒരു ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് കൺജസ്റ്റഡ് ഫീലിംഗ് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ ഒരു സ്പോർട്ടി ലുക്കിങ്ങും അതുപോലെ തന്നെ ഒരു ഇൻറ്റീരിയർ ക്വാളിറ്റിയും കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് തികച്ചും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുൾ ബ്ലാക്കും അതുപോലെ റെഡ് ഇൻസേർട്സും ഈ സൈഡിലും എല്ലാം റെഡ് ഇൻസേർട്സ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് AC വെൻസ് ബാക്കിൽ വരുന്നുണ്ട്. താഴെ നമുക്കൊരു ടൈപ്പ് C ചാർജിങ് പോർട്ടും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പോക്കറ്റ്സ് കിട്ടുന്നുണ്ട്. താഴെ നമുക്കൊരു കുപ്പിയൊക്കെ വെക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണ്, ഈ റൂഫ് നമുക്ക് ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ട്. എല്ലാ ഒരു ബ്ലാക്ക് കളേഴ്സ് നമുക്ക് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വണ്ടിക്ക് വരുന്നുണ്ട് എല്ലാ വേരിയൻസിലും. അതുവരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ലെഗ് റൂമും അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളും തൈ സപ്പോർട്ട് കുറച്ചും കൂടെ ആകാമെന്ന് തോന്നുന്നു. പിന്നെ ഹെഡ് റെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഹെഡ് റെസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നടുക്ക് നമുക്ക് ആംറെസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഫ്ലാഗ് ഡിസൈൻ സീറ്റിൽ കാണാൻ പറ്റുന്നതാണ്. പെർഫോമൻസ് ബീസ്റ്റ് എന്ന് തന്നെ നമുക്ക് ഈ വണ്ടിയെ വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ 120 PS പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 172 Nm ടോർക്കും. സോ പവർഫുൾ ആൻഡ് ബീസ്റ്റ് എഞ്ചിനാണ് നമുക്ക്. ടർബോ GDI പെട്രോൾ എഞ്ചിനാണ് നമുക്ക് വണ്ടി കിട്ടുന്നത്. പിന്നെ പറയാവുന്നത് എൻജിൻ സെക്ഷൻ്റെ മുകളിൽ നമുക്ക് ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ടർബോ GDI ഒരു എൻജിൻ്റെ ബാഡ്ജിങ് ഉൾപ്പെടെയുള്ള ഒരു എൻജിൻ അവിടെ കാണാം. ഇത്രയും കാര്യങ്ങളാണ് എൻജിൻ സെക്ഷനിൽ പറയാനുള്ളത്. പിന്നെ പെട്രോൾ അടിക്കുന്ന സെക്ഷൻ നമുക്ക് 1 ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സോ ഇത് കാണുന്ന പോലെ തന്നെ നമുക്കൊരു 1 ടച്ചിൽ നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ അത് ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ചെയ്താൽ മതി. സുഹൃത്തുക്കളെ, ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷൻ എത്തിയിരിക്കുകയാണ്. പ്രൈസ് നല്ല രീതിയിലുള്ള ഓഫറാണ് നിങ്ങൾക്കിപ്പം ഈ ടൈമിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ GST കട്ട് വന്നിരിക്കുകയാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഓൺ റോഡ് പ്രൈസ് വെറും 13,73,000 ഇപ്പോൾ വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ അതിൽ കൂടാതെ 33,000 രൂപയുടെ മറ്റു ഓഫേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ടൈമിൽ നിങ്ങൾക്ക് പറ്റിയ ടൈമാണ്. 22-ാം തീയതിക്ക് ശേഷമായിരിക്കും വണ്ടി ബില്ല് ചെയ്ത് കിട്ടുക. സോ ഇപ്പോൾ ബുക്ക് ചെയ്ത് വെക്കുക. വണ്ടി 22-ാം തീയതിക്ക് ശേഷം ബില്ല് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് പോപ്പുലർ ഹുണ്ടായി അടിച്ചിറ കോട്ടയം കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ബൈ ഗായ്സ്.